ഇതുപോലത്തെ ഒട്ടിപ്പ കവറുകൾ ഇപ്പോൾ അവൈലബിൾ ആണല്ലേ. പല പാക്കേജും ചെയ്തിരുമ്പോൾ ഇതുപോലെ സീൽ ചെയ്തിട്ടുള്ള പോർഷൻ ഉണ്ടായിരിക്കും. അത് നമുക്ക് യൂസ് ചെയ്യാൻ വീണ്ടും റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമ്മളൊന്നും നോക്കാതെ അങ്ങനെ കട്ട് ചെയ്ത് കളയും. പിന്നെ നമുക്കത് കെട്ടി വെക്കലും റബ്ബർ ബാൻഡ് ഇട്ട് വെക്കലൊക്കെയാണ് സ്ഥിരം പരിപാടി. അതൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ സീൽ ചെയ്ത് കറക്റ്റായി വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ അതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ കേടുകൂടാതിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളിത് ഉപയോഗിച്ചിട്ട് ഇന്നൊരു കുഞ്ഞ് പൗച്ച് ഉണ്ടാക്കിയെടുക്കാൻ പോകണം കേട്ടോ, കുറച്ചൊന്ന് വെറൈറ്റി ആയിട്ട്. അപ്പോൾ നമ്മളിതാ ആ പൗച്ചിൻ്റെ ആ സീൽ ചെയ്ത പോർഷൻ മാത്രം നമ്മളൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൗച്ച് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മെറ്റീരിയൽ വേണം. ഏതാണ്ട് ഒരു സ്പോഞ്ച് പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടോ. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അതാണ് കയ്യിൽ കിട്ടിയത്. അത് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. വൈറ്റ് കളറായിരുന്നു. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ സീലിങ് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇനി എന്താ, ചുമ്മാ രണ്ട് സൈഡും കൂടി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. സംഭവം എളുപ്പമല്ലേ. ഇനി എന്തായാലും സ്കൂളൊക്കെ അടയ്ക്കാറായി, ലാസ്റ്റ് മിനിറ്റായി, എന്തായാലും പൗച്ചൊക്കെ കേടായിട്ടുണ്ടായിരിക്കും. 1 2 3 പോരാ, എത്ര പൗച്ച് കിട്ടിയാലും നമുക്ക് മതിയാവില്ല അല്ലേ. അപ്പോൾ ഇനി ലാസ്റ്റ് മിനിറ്റിൽ പുതിയ പൗച്ച് വാങ്ങാൻ നിൽക്കാതെ ഇതുപോലെ ഒരു കുഞ്ഞൻ ഐഡിയ ഉപയോഗിച്ചിട്ട് കുറച്ച് നാൾ കൊണ്ടുപോകാനായിട്ട് പറ്റും. ഫ്രണ്ട്സിനെ ഒന്ന് കൗതുകപ്പെടുത്താനും അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടത് കുറേ കാർട്ടൂൺ ക്യാരക്ടറൊക്കെ വരച്ചിട്ട് ഇതുപോലെ അടിപൊളിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു കുഞ്ഞ് പൗച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ. ഞാൻ എൻ്റെ ഹലോ കിറ്റിയുടെ ഒരു പൗച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് സ്റ്റാർസൊക്കെ വെച്ചിട്ടുണ്ട്. സംഭവം കിടുവായിട്ടുണ്ട്. ആ സീലിംഗ് കുറച്ചുകൂടി ഉള്ളിലേക്ക് ആക്കിയാൽ കുറച്ചുകൂടി നന്നായിരുന്നു. പിന്നെയാണ് എനിക്ക് തോന്നിയത്. എന്നാലും സാരമില്ല, അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളു. അപ്പോൾ എക്സാം ടൈമിൽ ആൾക്കാരെ ഞെട്ടിക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ പോച്ച്. ഇഷ്ടപ്പെട്ട ഒരു ഹാർട്ട് എങ്ങനെ കമന്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.